പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തു വന്നതിന് ശേഷം തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയാണ് ഭർത്താവിനോട്, എനിക്ക് എന്തോന്നറിയില്ല, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പ്രിയപ്പെട്ടവനുമായിട്ട് എനിക്ക് വല്ലാത്ത അടുപ്പം തോന്നുന്നുണ്ട്. എനിക്ക് എന്തോ പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. ഇത് ആദ്യം കേട്ടപ്പോൾ ഭർത്താവ് വിചാരിച്ചത് എന്താണ്, തമാശ ആയിരിക്കും എന്നുള്ളതാണ്. പൂർവ്വ വിദ്യാർത്ഥി സംഗമം കഴിഞ്ഞതിന് ശേഷം ഫോണിലൊക്കെ കുറച്ച് കളി കൂടുതലായിരുന്നു. പക്ഷെ അദ്ദേഹം അത് കാര്യമാക്കിയില്ല. ഇപ്പൊ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ വല്ലാതെ സങ്കടം തോന്നി. കാരണം ഈ ഭാര്യ രാത്രി ഉറങ്ങാൻ സമ്മതിക്കാതെ ഈ പാവം ഭർത്താവിനോട്, ഇയാളൊരു സാധു മനുഷ്യനാ, 19 വയസ്സ് ഈ സ്ത്രീക്ക് തന്നെ ആയിട്ടുണ്ട്. അപ്പൊ ഈ സ്ത്രീ ഉറങ്ങാൻ സമ്മതിക്കാതെ ഈ ഇദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുകയാണ്. എന്തു പറഞ്ഞിട്ടെന്നറിയോ, നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യണം, നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം എനിക്ക് അദ്ദേഹവുമായി ജീവിക്കണം. ഇത് തമാശ ആയിട്ടല്ല കാണുന്നത്, അല്ലെങ്കിൽ തമാശകൾ നമുക്ക് തോന്നും. വളരെ സീരിയസ് ആയിട്ട് ഇപ്പൊ ഈ സ്ത്രീ വല്ലാത്ത അസ്വസ്ഥതയില്ല. നിങ്ങൾ ചാടിപ്പോവാനോ ഓടിപ്പോവാനോ ഈ സ്ത്രീ തയ്യാറല്ല. പക്ഷെ ഇദ്ദേഹത്തിനോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്നെ ഡിവോഴ്സ് ചെയ്യണം, എന്നെ ഒഴിവാക്കി തരണം, എനിക്ക് അയാളുമായിട്ട് ജീവിക്കണം, ഇത്ര കാലം നിങ്ങളോട് ജീവിച്ചില്ല എന്നുള്ളത്. ഇദ്ദേഹം വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, സാറേ 2 കുട്ടികളെ കെട്ടിച്ചു, ഇനിയൊരു മോളെ കെട്ടിക്കാനുണ്ട്, 3 പെൺമക്കളാണ് എനിക്കുള്ളത്. പക്ഷെ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നെ ഒഴിവാക്കി തരൂ, ഒഴിവാക്കി തരൂ, ഒഴിവാക്കി തരൂ എന്നുള്ളത്. ഞാൻ ആദ്യം തമാശയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇതിപ്പോ വളരെ കാര്യ ഗൗരവത്തിലാണ്. മാത്രമല്ല, ഇവളീ പറയുന്ന, ഇവളുടെ മുന്നത്തെ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന ബന്ധമെന്ന് പറയുന്ന ആ കാമുകന്, അദ്ദേഹത്തിന് 4 കുട്ടികളുണ്ട്, 3 പെൺമക്കളുണ്ട്, അതേപോലെ തന്നെ ഒരു ആൺകുട്ടിയുമുണ്ട്. അതിൽ 2 പെൺകുട്ടികളെ ഇനിയും കെട്ടിക്കാനാ. എന്റെ ഭാര്യക്ക് മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ആ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം കഴിഞ്ഞതിന് ശേഷം അവൾ ആകെ മാറിയിട്ടുണ്ട്, വല്ലാത്ത അസ്വസ്ഥതയിലാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും പല പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പഴയ ഓർമ്മകളിൽ നമുക്കൊക്കെ അത്യാവശ്യം പ്രായമൊക്കെ ആയാലും, എന്താണെങ്കിലും ഒരു 40 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഇപ്പൊ കൂടുതലും ഈ 10-30 വർഷത്തിന് ശേഷം പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് രസകരമായി കൂടുന്നത്. സംഗതിയൊക്കെ ശരി തന്നെയാണ്, ആ പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കാൻ നല്ലത് തന്നെയാണ്. പക്ഷേ ആ 10ാം ക്ലാസ്സിലെ ഓർമ്മ മനസ്സിൽ വെച്ചിട്ട് ആ സ്നേഹം എന്നോട് ഇപ്പോഴും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പക്ഷെ ആ ബോധമില്ലാത്ത കാര്യങ്ങളൊക്കെ ചാറ്റ് ചെയ്ത് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെടുത്ത് ഇനിയൊരു സുന്ദരമായിട്ടുള്ള ജീവിതം എനിക്ക് കിട്ടും, മനോഹരമായിട്ട് തുള്ളിച്ചാടി നടക്കാന്നുള്ളതൊക്കെ ഈ ഒരു പ്രായത്തിൽ പക്വതയില്ലാതെ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിനെ, പ്രിയപ്പെട്ട മക്കളെയും ഭർത്താവിനെയൊക്കെ ഒഴിവാക്കി. അതേപോലെ തന്നെ ഭർത്താക്കന്മാരുണ്ട് കേട്ടോ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം കഴിഞ്ഞതിന് ശേഷം സ്വന്തം ഭാര്യയെ ഒഴിവാക്കി പഴയ കാമുകിയുടെ പിറകെ പോയ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഈ പ്രായം, ഈ പക്വത എന്ന് പറയുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പഞ്ചാരവാക്ക് കേൾക്കുമ്പോഴേക്കോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ നനവ് കാണുമ്പോഴേക്കോ ഈ വികാരം പൊട്ടിപ്പിറപ്പെട്ടുകൊണ്ട് ഇത്രയും വളർന്ന മക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ നാളെ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താവും? നമുക്ക് നമ്മുടെ മക്കളോട് എന്തെങ്കിലും ഉപദേശിക്കാൻ കഴിയുമോ? അല്ലെങ്കിലേ മക്കള് എല്ലാ കാര്യത്തിലും രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുന്ന ഒരു കാലാണ്. ഒന്നിനൊരു സ്വാതന്ത്ര്യമില്ല, ഉമ്മാക്ക് വാപ്പാക്കൊക്കെ തന്ത വൈബും തള്ള വൈബുമാണ്, ഞങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്നില്ല, ഞങ്ങളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുന്നില്ല, ഞങ്ങളുടെ ഇന്നത്തെ വൈബ് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ പ്രശ്നകരമായിട്ടുള്ള രീതിയിൽ എല്ലാ വീട്ടിലും മക്കൾ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കേസ് നമ്മുടെ കൗൺസിലിംഗ്, നമ്മുടെ ക്ലിനിക്കിലേക്ക് വരാറുണ്ട്. ഞാനും ഒരു രക്ഷിതാവാണ്, ഞാനും ഇത് പലപ്പോഴും അനുഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ 19 വയസ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ തന്റെ പഴയ കാമുകന്റെ പിറകെ പോവാനും കാമുകിക്ക് പിറകെ പോവാനൊക്കെ നടക്കുമ്പോൾ എത്രമാത്രം ആ കുടുംബത്തിന്റെ അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടത്, സഹോദരന്മാരൊക്കെ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ സമയത്ത് നമുക്ക് തോന്നുന്ന ചില വികാരങ്ങളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത ചില താല്പര്യങ്ങളുണ്ട്. അതൊക്കെ വെറുതെ കേട്ടോ. ഒരുപാട് കാലം നമ്മൾ ജീവിച്ച പ്രിയപ്പെട്ട ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ മറന്നുകൊണ്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആ പഴയ കൂട്ടുകാരൻ, സ്നേഹിതനെ കണ്ടുമുട്ടും നമ്മുടെ ഉള്ളിൽ തോന്നുന്ന താല്പര്യം ഉണ്ടല്ലോ, അതൊക്കെ വേഗം അസ്തമിക്കാനുള്ളത്. അവസാനം എന്താകും? കൂട്ടിലുള്ളതും ഉണ്ടാവില്ല, പറന്നു പോണതും ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ. കൂട്ടിലുള്ളതിനെ വിട്ടിട്ട് പറക്കണതിന്റെ പിന്നാലെ പോയി എന്ന് പറയുന്നത് പോലെ നമുക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ തേങ്ങി പിടിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഈ 19 വയസ്സ് അല്ലെങ്കിൽ 53 വയസ്സായിട്ടുള്ള ഈ ചാടിപ്പോവാൻ നിൽക്കുന്ന യുവതികളുടെയൊക്കെ അച്ഛനും അമ്മയ്ക്കും ഒരു പക്ഷെ മരിച്ചവരായിരിക്കും. പിന്നെ നിങ്ങൾ ആരും നോക്കൂല. ചെറുപ്രായത്തിൽ കല്യാണം കഴിഞ്ഞ് 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ വിവാഹബന്ധം വേർപ്പെടുത്തി വരുന്നവർ, അല്ലെങ്കിൽ 5-10 വർഷം കഴിഞ്ഞ് വിവാഹബന്ധം വേർപ്പെടുത്തി വരുന്നവരൊക്കെ ആണെങ്കിൽ ഒരു പക്ഷെ അവർ അച്ഛനും അമ്മയ്ക്കും നോക്കാനുണ്ടായിരിക്കും. ഇത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മളെ മറക്കും, നമ്മുടെ കുടുംബക്കാർ നമ്മളെ മറക്കല്ല, വെറുക്കും. നമ്മുടെ പ്രിയപ്പെട്ട മക്കളും കുടുംബക്കാരും ഒക്കെ നമ്മളെ വെറുക്കും. പിന്നെ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. ഈ കൊണ്ടുപോയവരാണെങ്കിലോ
വേഗം വെറുക്കും. കാരണം നമ്മുടെ പ്രായം അങ്ങനല്ലേ. ഈ കൊണ്ടുപോകുന്നവൻ നമ്മളെ അങ്ങനെ കയ്യിലേറ്റി തോളിലേറ്റി കൊണ്ട് നടക്കാനെന്നല്ലല്ലോ കൊണ്ടുപോകുന്നത്. ചില വികാരങ്ങളുടെ വൃതമാണല്ലോ ഇങ്ങനെ കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത്, പോകാൻ നിങ്ങളെയും പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന സഹോദരിമാർ ഇതൊന്ന് ഷെയർ ചെയ്തേക്കാം. നമുക്കൊക്കെ ഒരു പക്ഷെ അങ്ങനത്തെ മനസ്സ് സംഭവിക്കാനും അല്ലെങ്കിൽ ചെറിയൊരു നിമിഷത്തിൽ മാറ്റങ്ങൾ വരാനൊക്കെ സാധ്യത ഉണ്ട്. ആരും വലിയ വർത്തമാനങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്ന ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും മനുഷ്യന്റെ മനസ്സ് എപ്പോൾ മാറും എങ്ങനെ പോകുന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത്രയൊക്കെ പ്രായമായിട്ട് അതിൻ്റെ ഒരു പക്വതയും തൻ്റെ ഇടവും കാണിക്കാതെ നമ്മൾ തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും? നമ്മളൊക്കെ ഇന്ന് സ്വതവേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരു നാട്ടിലും കാരണവന്മാരില്ല നേതൃത്വം കൊടുക്കാൻ. മുന്നൊക്കെ കാരണവന്മാരുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അവരായിരുന്നു കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷെ ഇന്നത് കൈകാര്യം ചെയ്യുവാനോ ഇനി പറഞ്ഞാൽ തന്നെ അത് സ്വീകരിക്കാൻ ആരും തയ്യാറല്ല. കാരണം എന്താ, ഇന്ന് മുതിർന്ന ആളുകൾ പോലും അതിൻ്റെതായ പക്വത കാണിക്കാതെ ഓരോരുത്തരും അവരുടേതായ സുഖങ്ങളും താല്പര്യങ്ങളും സന്തോഷങ്ങളും നോക്കി നടക്കുകയാണ്. എവിടെയും അത്യാവശ്യം ജീവിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ആ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കുന്ന രീതിയിൽ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾക്കൊക്കെ ചിന്തിച്ചറിയാം, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലവും നമ്മുടെ സ്കൂളും കോളേജ് ടൈമൊക്കെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പം അത്യാവശ്യം നമ്മൾ ഒരു 40-45 വയസ്സിൻ്റെ ഒക്കെ മുകളിലായ ആളുകളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ പിടിക്കപ്പെടുന്നത്. സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ നമുക്കറിയാം. അത് പിന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാവട്ടെ എന്തോ ആവട്ടെ, പലപ്പോഴും പല ഓഫീസുകളിൽ നിന്ന് പ്രണയിച്ചു കൊണ്ടുപോകുന്നവർ, അതേപോലെ തന്നെ എവിടെയെങ്കിലും വല്ല ക്യാമ്പുകൾക്കോ മറ്റോ പരിചയപ്പെട്ടുകൊണ്ട് ചാടിപ്പോകുന്നത്, ഓടിപ്പോകുന്നത്, ഒരു ദിവസത്തെ 2 ദിവസത്തെ ബന്ധം കൊണ്ട് അങ്ങോട്ട് അടുത്തു പോവുകയാണ്. അവർക്കൊക്കെ കുടുംബങ്ങളുണ്ട്, മക്കളുണ്ട്, കൂട്ടുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. അതൊക്കെ മറന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു 2-3 മെസ്സേജ് ഈ ഫോണിലൊക്കെ ഇട്ടിട്ട് മനുഷ്യനെ ഇക്കിളിപ്പെടുത്തുന്ന വാക്ക് കേൾക്കുമ്പോൾ ഇതുപോലെ പോവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അടുത്ത് വലിയ സങ്കടമാണ് അദ്ദേഹം പറഞ്ഞത്. എത്രമാത്രം എന്നറിയോ, അദ്ദേഹത്തിന് പേരക്കുട്ടിയുണ്ട്. ഈ പോകാൻ നിൽക്കുന്ന അമ്മക്ക് പേരക്കുട്ടിയുണ്ട്, എന്നിട്ടാണ് പോകാൻ നിൽക്കുന്നത്. ഒരു ജാതി വെപ്രവാളം പിടിച്ചിട്ടാണ് കാട്ടിക്കൂട്ടുന്നത്. ഒരു ജാതി ഹാല് കയറി എന്നൊക്കെ പറയില്ലേ. ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ സന്തോഷമായി ജീവിച്ചിരുന്നവരെന്നാ. അല്ലാതെ കുടുംബത്തിൽ പ്രശ്നമോ പട്ടിണിയോ പരിവട്ടമൊന്നുമില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ ഭാര്യയും വളരെ ഹാപ്പി ആയിരുന്നു, ഒരു കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം എല്ലാ സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളും കൊടുത്തിരുന്നതാണ്. പക്ഷേ ഇപ്പൊ ഇയാളുമായി പരിചയപ്പെട്ടതിന് ശേഷം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ടത്, ഒരുപാട് സംസാരിച്ചു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് 2-4 മക്കളുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇങ്ങനെ തമാശ പറഞ്ഞ് അതങ്ങനെ കാര്യത്തിലേക്ക് പോയി. നമ്മള് ഈ രീതിയിൽ നമ്മുടെ സ്വയബോധം, അതായത് നമ്മുടെ പക്വത നഷ്ടപ്പെട്ടുകൊണ്ട്, അത് ഭക്ഷണത്തിന്റെ പിറകെയാവട്ടെ, ലഹരിക്ക് പിറകെയാവട്ടെ, പ്രണയത്തിന് പിറകെയാവട്ടെ, ഏതെങ്കിലും വസ്തുക്കൾക്ക് പിറകെയാവട്ടെ, ഏതെങ്കിലും വ്യക്തികൾക്ക് പിറകെയാവട്ടെ, എന്തിന്റെ പിറകെ പോയാലും നമുക്ക് ജീവിതം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു പ്രശ്നമില്ല. അങ്ങനെ നമ്മുടെ ക്ലിനിക്കിൽ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് സംശയത്തിന്റെ പേരിൽ. ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെയെങ്കിലും അതാലോചിച്ച് ഇതാലോചിച്ച് അത് ചിന്തിച്ച് ഇത് ചിന്തിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് മനസ്സമാധാനം കളയുക. അങ്ങനത്തെവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും പോസിറ്റീവായ നിങ്ങളുടെ ജീവിതത്തിനോ നിങ്ങളുടെ ശരീരത്തിനോ നിങ്ങളുടെ മനസ്സിനോ ഉപകാരമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ പിന്നാലെ ഇങ്ങനെ സംശയിച്ചു പോവുക, ഒരു ഭർത്താവിന്റെ പിന്നാലെ ഇങ്ങനെ സംശയിച്ചു പോവുക. എന്ത് നേടാനാ? സംശയിക്കും തോറും, അനാവശ്യ സംസാരങ്ങൾ കൂടും തോറും വെറുപ്പല്ലാതെ നിങ്ങൾക്കൊരിക്കലും അവരെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല. നിങ്ങൾ കുറച്ച് സ്നേഹമൊക്കെ കൊടുത്ത് മാനസിക പിന്തുണയൊക്കെ കൊടുക്കാതെ കണ്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റപ്പെടുത്തിയിട്ടും അവിടെ ചളിയുണ്ടോ ഇവിടെ ചളിയുണ്ടോ തോണ്ടിയിട്ട് നടന്നാൽ എവിടെ സ്നേഹം കിട്ടാനാ, എവിടെ ആദരവ് കിട്ടാനാ? അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടോ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല ബന്ധങ്ങൾക്ക് പിറകെ നമ്മൾ ചോദിക്കുമ്പോൾ, സാറേ കുടുംബത്തിൽ ചെന്ന ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല, വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ വീട്ടിൽ ഇരിക്കാറില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്ത്രീയെ പരിചയപ്പെട്ടത്. എൻ്റെ ഭാര്യയുടെ അത്ര സൗന്ദര്യമില്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ അത്ര അന്തൊന്നുമില്ല, എങ്കിൽ പോലും മനസ്സമാധാനം ആ കുട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവരുമായിട്ട് ഞാൻ കുറച്ച് അടുത്ത് ഇടപഴകി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ യാത്ര പോകാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും പലപ്പോഴും പല ബന്ധങ്ങൾ ക്ലിനിക്കിൽ വരാറുണ്ട്. എന്താണെങ്കിലും ഒരു പരസ്പര വിശ്വാസമുള്ള ഈ ബന്ധം കുറ്റപ്പെടുത്തലുകളോ ചളിയെടുത്ത് എറിയലോ അല്ല. അതിനപ്പുറം നമ്മുടെയൊക്കെ പ്രായത്തിൻ്റെയും പക്വതയും മറന്നുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബ സാഹചര്യം മറന്നുകൊണ്ട് താൽക്കാലികമായി കിട്ടുന്ന ചെറിയൊരു സുഖത്തിന് വേണ്ടിയിട്ട്, അത് കുറേ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം, ഒരു 10-30 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കണ്ടിട്ട് ഒരു ഫോണൊക്കെ ചെയ്ത് സംസാരിക്കുമ്പോൾ ഈ ഉണങ്ങിക്കെടുക്കുന്ന മരുഭൂമിയിലേക്ക് ഒരു മഴ പെയ്തതുപോലെ എന്തെങ്കിലും ചെറിയ ഒരു സുഖം അല്ലെങ്കിൽ ഇക്കിളിപ്പെടുത്തലൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പോവും. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയുള്ള കാലം നമ്മുടെ മക്കൾക്കൊക്കെ മാതൃകയായി കുറച്ച് ഹാപ്പിയോട് കൂടിയിട്ട്, കുറച്ച്
സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ ഇത്രയും പ്രവണതകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ആ മനുഷ്യന്റെ അവസ്ഥ എനിക്ക് ശരിക്കും അറിയാം. വല്ലാത്ത സങ്കടത്തിലാണ് ആ കുടുംബം. മക്കളൊക്കെ അറിഞ്ഞു, അവരുടെ മക്കളൊക്കെ ഒരുപാട് ഈ സ്ത്രീയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാനസിക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവർ വന്ന് എനിക്ക് മാനസിക പ്രശ്നമൊന്നുമില്ല, എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം എന്നുള്ളത്. അത് ഏതൊരു കാര്യം ഒരു പരിധിയിൽ കൂടുതൽ ചിന്തിച്ചിരുന്നാൽ ഇതുപോലൊക്കെ സംഭവിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഏതൊരാൾക്കും ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ സ്ഥാനം കൊടുക്കരുത്, ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, ഒരാളുടെ പിറകെയും ഒരു പരിധിയിൽ കൂടുതൽ അങ്ങനെ പോകരുത്. പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു സ്വസ്ഥത, സമാധാനം, വ്യക്തിത്വം അത് ഇല്ലാതായിട്ട് നമ്മൾ ആർക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു നിലവാരം ഇല്ലാത്തൊരു മനുഷ്യനായി തീരും. എന്നിട്ടിപ്പോൾ ഞാൻ അവരെ എങ്ങനെയെങ്കിലൊക്കെ ക്ലിനിക്കിലേക്ക് കൗൺസിലിങ്ങിന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ തെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രയും പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. എന്താണെങ്കിലും ഇത് നിങ്ങളോട് പങ്കുവെച്ചത്, ഇതുപോലെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയോ ബന്ധങ്ങളോ ഉണ്ട് എങ്കിൽ നമ്മുടെ മക്കളുടെ മുന്നിൽ മാനം കെടാൻ നിൽക്കരുത് എന്നാ പറയുന്നത്. പക്വതയോട് കൂടിയിട്ട് നമ്മൾ ബന്ധങ്ങളും കാര്യങ്ങളും ജോലി സ്ഥലത്താവട്ടെ, പഠിച്ചോടത്താവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കും. അത് മനുഷ്യ സഹജമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞ സാമൂഹിക ജീവിയ, അല്ലാതെ ഞാൻ ആരോടും മുണ്ടൂല പിടിക്കൂല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ തന്നെ വിശ്വാസം ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ്. അതല്ല, നമുക്ക് നമ്മളെ വിശ്വാസമുണ്ട്, നമുക്ക് എന്തിലും നിയന്ത്രണമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും അടുപ്പങ്ങളും അതിലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം പ്രത്യേകിച്ച് പല ജോലികളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അതുപോലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ നിലനിർത്തേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങൾ, ബിസിനസ് അങ്ങനെ ഇരിക്കുക എന്നുള്ളത് ഒരു കാര്യം ഉണ്ടായിരിക്കില്ല. അത് അതിൻ്റെതായ രീതി. അതിനപ്പുറം നമ്മൾ നമ്മളെയും കുടുംബത്തിനെയും മക്കളെയും നമ്മുടെ ഈ അസ്തിത്വത്തെയൊക്കെ മറന്നുകൊണ്ട് ഇതുപോലെ വൾഗറായ കാര്യങ്ങളിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതുപോലുള്ള വല്ല വലകളിൽ ആരെങ്കിലും പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നാറും, സ്വന്തം കുടുംബം ഒഴിവാക്കും, സ്വന്തം മക്കൾ വെറുക്കും, കൂട്ടുകാർ വെറുക്കും. നിങ്ങൾ സ്വീകരിക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ പ്രായം എന്ന് പറഞ്ഞാൽ അടവ് തെറ്റിക്കെടുക്കുന്ന പ്രായ. അത് ഏതോ ഒരുത്തൻ എന്നോ കണ്ടതിന്റെ സന്തോഷത്തിൽ കൊണ്ടുപോകാന്ന് മാത്രം. അതിനപ്പുറം ഒരു താല്പര്യം അവനക്ക് ഇതിൽ ഇല്ല. ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി. ഒന്ന് ഷെയർ ചെയ്തേക്കണേ.